അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ആ 3 വേരിയബിൾ വരുന്ന ഇക്വേഷൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി അയക്കുകയാണ്. അതിന് ഇതേ ഒരു പോലുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ എഴുതാം. അതായത് എക്സ് പ്ലസ് 2y പ്ലസ് z ഇസ് ഈക്വൽ ടു 5. ദെൻ 2x പ്ലസ് 5y പ്ലസ് 2z, ഇത് വെറും z ആണ്, ഇസ് ഈക്വൽ ടു 6. അത് കഴിഞ്ഞിട്ട് എക്സ് പ്ലസ് 3x പ്ലസ് y മൈനസ് z ഇസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിനെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ആദ്യം ചെയ്യാം നമുക്ക് ഇക്വേഷൻ നമ്പർ 1, അതായത് ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. 1 പ്ലസ് 2 ചെയ്യാം. ഓക്കെ, അതായത് എക്സ് പ്ലസ് 2y പ്ലസ് z ഇസ് ഈക്വൽ ടു 5. ഇതാണ് ഇക്വേഷൻ 1. ഇതിൻ്റെ കൂടെ 3x പ്ലസ് y മൈനസ് z ഇസ് ഈക്വൽ ടു 4 ആഡ് ചെയ്യാം. ഇവിടെ 9 കട്ടായിപ്പോയി. ഇവിടെ എന്താണ്? 3y, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ അല്ലേ, ഇത് 4x. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 9. 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 9. ഇതാണ് ഇക്വേഷൻ നമ്പർ 4. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എന്താണ് z ഇല്ലാത്തൊരു മറ്റൊരു എന്താണ് ഇക്വേഷനും കൂടി ഉണ്ടാക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 3യെ എന്ത് ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 3നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x പ്ലസ് 2y മൈനസ് 2z ഇസ് ഈക്വൽ ടു 8 വരിക. അതാണ് ഇവിടെ 6x പ്ലസ് 2y മൈനസ് 2z ഇസ് ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഇനി അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ എന്താണ്? 5. ഇനി ഈ ഇക്വേഷനും 5 എന്ത് ചെയ്യാം? അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 ആഡ് ചെയ്യാം. അതായത് 2x പ്ലസ് 5y 2x പ്ലസ് 5y പ്ലസ് 2z ഇസ് ഈക്വൽ ടു 6 പ്ലസ് 2z ഇസ് ഈക്വൽ ടു 6. ഇക്വേഷൻ നമ്പർ 2, അതായത് 5ൻ്റെ കൂടെ എന്ത് ചെയ്യാം? 2 ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 14 വന്നു. ഇവിടെ ഇത് വെട്ടിപ്പോയി. ഇവിടെ എന്താണ്? 7y, ഇവിടെ 8x. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഇതെന്താണ്? ഇത് 6, ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാനായിട്ടുള്ളത്? ഇക്വേഷൻ നമ്പർ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4നെ. അപ്പോൾ 4x പ്ലസ് 3y എന്താവും? 8x പ്ലസ് 6y. 8 ഇക്വേഷൻ നമ്പർ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8x പ്ലസ് 6y. ഓക്കെ, ഇസ് ഈക്വൽ ടു 18. ഇസ് ഈക്വൽ ടു 18. ഇത് നമ്മുടെ 7ാമത്തെ ഇക്വേഷൻ. ഇനി 7ാമത്തെ ഇക്വേഷനിൽ നിന്നും, അതായത് 7ാമത്തെ ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? 6ാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാം. അപ്പോൾ 7 മൈനസ് 6, അപ്പോൾ 8x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 18. 7ാമത്തെ ഇക്വേഷൻ 8x പ്ലസ് 7y ഇസ് ഈക്വൽ ടു 14. 8x പ്ലസ് 7y ഇസ് ഈക്വൽ ടു 14. ഇത് നമ്മുടെ എത്രാമത്തെ ഇക്വേഷനാണ്? 6ാമത്തെ ഇക്വേഷൻ. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 4 വന്നു. 6 മൈനസ് 7 മൈനസ് y. ഓക്കെ, മൈനസ് y എന്താണ്? 4 ആവുകയാണെങ്കിൽ y ഇസ് ഈക്വൽ ടു മൈനസ് 4. ഓക്കെ, y എന്താണ്? മൈനസ് 4 വരുന്നത്. അപ്പോൾ ഈ y മൈനസ് 4 എന്നുള്ളത് എന്ത് ചെയ്യാം? എവിടെ ഒന്ന് കൊടുക്കാം? ഇവിടെ കൊടുക്കാം നമുക്ക്. അപ്പോൾ 8x പ്ലസ് 6 ഇൻറ്റു മൈനസ് 4 ഇസ് ഈക്വൽ ടു 18. അപ്പോൾ 8x പ്ലസ് മൈനസ് 24 ഈസ് ഈക്വൽ ടു 18. അപ്പോൾ 8x മൈനസ് 24 ഈസ് ഈക്വൽ ടു 18. 8x ഈസ് ഈക്വൽ ടു
18 പ്ലസ് 24 32. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 32/8. അതെത്ര വരും? 4 വരും. ഓക്കെ, അപ്പോൾ എക്സ് വരുന്നത് 4, വൈ വരുന്നത് -4. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ ഏതായിരുന്നു? ഇതിൽ കൊടുക്കാം. എക്സ് വരുന്നത് 4, വൈ വരുന്നത് -4. അപ്പോൾ നമുക്ക് സെഡ് കിട്ടും അല്ലേ? ആദ്യത്തെ ഇക്വേഷൻ എന്താ വരും? ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ് കിട്ടിയത് 4, വൈ കിട്ടിയത് -4 അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഓക്കെ, പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 4, വൈ ഇസ് ഈക്വൽ ടു -4. ഇനി ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ 1. അപ്പോൾ എക്സ് വരുന്നത് 4 പ്ലസ് 2 ഇൻറ്റു -4 പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ 4 പ്ലസ് എത്ര വന്നു? -8 പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 5. 4 പ്ലസ് -8 എന്ന് പറയുമ്പോൾ 4 -8 പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ 4 -8 -4 പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു 5 പ്ലസ് 4 9. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി 4, വൈൻ്റെ വാല്യൂ -4, സെഡിൻ്റെ വാല്യൂ 9.